ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഹാപ്പി നാഷണൽ ഡേ. നാഷണൽ ഡേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പോൾ യു എയിൽ നാഷണൽ ഡേ ഹോളിഡേ ആണ് 4 ദിവസം. പക്ഷെ ആയിരിക്കും ഇന്ന് ഓഫ് ഉണ്ടായിരുന്നില്ല, ആയിരിക്കും ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ആയിരിക്കും 3 ദിവസത്തേക്കായിരുന്നു പിന്നെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നാഷണൽ ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല ട്രിപ്പുകൾ ഉണ്ടായിരുന്നു മൈൻഡിൽ, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇപ്പോൾ ഫുജീറ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാലാവസ്ഥ. അതിൻ്റെ കൂടി ആര് AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല പോലെ. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, കാണുന്നില്ല ഇതിൽ കാണുന്നുണ്ട്. മുകളിൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യോന്നൊന്നും അറിയില്ല. എന്തായാലും വിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചുടൽ നടക്കുമല്ല മഴ കൊള്ളുമെന്ന് അറിയില്ല. എന്തായാലും പോയിട്ട് ഇവിടെ എത്തിയിട്ട് കാണിക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി കായട ഉണ്ട് കേട്ടോ. കായട, ഉന്നക്കായ് എന്നൊക്കെ ഞങ്ങൾ പറയും. കാർമേഘങ്ങളുടെ കുട്ടികളെയും കൂട്ടിയിട്ട് എവിടെയോ മഴ പെയ്ക്കാൻ പോകുന്ന കണ്ടോ. ഡിസൈൻ കണ്ടോ, ദുബായ് ഫ്രെയിമിൽ ഫ്ലാഗിന്റെ തലയെക്കെട്ടാക്കിയിട്ട് ഈദൽ എത്തിഹാദിന്റെ. നല്ല അടിപൊളി കുതിരയും ഫ്ലാഗും ഒക്കെ ഈ റൗണ്ട് ബോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. ഞങ്ങൾക്കിത് വഴി തന്നത് ഞങ്ങളുടെ നസീഫ് ബ്രോ ആണ്. നസീഫ് ബ്രോക്ക് വഴി പറഞ്ഞു കൊടുത്തത് നസീഫിന്റെ അളിയൻ ബാസിയാണ്. ബാസി അപ്പ വഴി പറഞ്ഞ പോലെ ഇങ്ങനെയാണ്, അഡ്വഞ്ചറസ് ട്രിപ്പിന് വിളിച്ചതാണ്. ഏതോ ഗുദാമിലെത്തിയപ്പോ. നല്ല അടിപൊളി വെള്ളക്കാർ കേട്ടോ. അതവളെ പഴയ അംബാസഡർ കാറ് പോലെ വേറെ ഏതോ ഒരു കാറ്, ഒരു വിൻറ്റേജ് കാറ്. പിന്നെ ഇതാ ഇവിടെ നല്ല അടിപൊളി വേറൊരു കാറ്. ഇതാണ് അല്ലു പറഞ്ഞ മോൺസ്റ്റർ ട്രക്ക് കേട്ടോ. ഇത് അല്ലുവിന്റെ അത്രയും സൈസ് ഉണ്ട് അതിന്റെ ടയർ തന്നെ. നമ്മളിപ്പോൾ ഈസ്റ്റും വെസ്റ്റും നോർത്തും ഒക്കെ പറഞ്ഞു. ഇനി സൗത്ത് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ കൂടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ പറയുന്നുണ്ട്. അവള് കാരണം ഇപ്പൊ വഴിതെറ്റി നോർത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റോഡിലെത്തി. അവര് വരുന്നവരെ നമ്മൾ തിയേറ്റർ ഇട്ടു. മാത്രല്ലായിട്ടുള്ള ഏഞ്ചലിന്റെ ഇതാണ് നമ്മൾ ഏഞ്ചൽ വാവ. ഏഞ്ചൽ ഷോഷിടാണ്. ഷോഷ് കുഞ്ഞിക്കറിൽ ഷോഷിടാണ്. ഏഞ്ചൽ തൊപ്പി അവിടെ, തൊപ്പി തൊപ്പി തൊപ്പിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചുടലിന് തീ കൊളുത്തി ബാസി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. കർപ്പൂരം കത്തിച്ചുകൊണ്ട് തീ ആളിപ്പടർത്തിയിരിക്കുന്നു. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പൊരിച്ച് കരിച്ചെടുക്കണം. അല്ലു ആണെങ്കിൽ അവൻ്റെ കാറൊക്കെ എടുത്ത് ഇവിടുന്ന് മണ്ണിൽ കളിക്കുകയാണ്. അതിനിടയിൽ ചിക്കൻ കമ്പിക്കുള്ളിലാക്കി ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. ഞങ്ങളിവിടെ താഴെ ചിക്കൻ ചുടൽ. ചിക്കൻ പൊരിക്കുമ്പോഴേക്ക് ചായയും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ റെഡിയായി. ഇതാരാണ് ഏഞ്ചലുണ്ടോ ഇവിടെ? ഏഞ്ചലുണ്ട്. ഏഞ്ചലു എന്താണ് പറയുന്നത്? താങ്കൾ എന്താണ് പറയുന്നത്? ഒന്ന് പറഞ്ഞു തരൂ. കയ്യിൽ തരില്ല. എന്താണ് പറയ? ആന. ആന. കാക്ക എങ്ങനെ കരയുന്നേ? അത് വലിയ കാക്ക, വലിയ കാക്ക. പറഞ്ഞ എങ്ങനെയാണ്? ഒട്ടകോ? ഒട്ടകം. ഫുഡൊക്കെ റെഡി ആയപ്പോഴേക്ക് ക്യാമറ ഒക്കെ എടുത്ത് വെച്ച് നല്ല വെട്ടി വിഴുങ്ങാന്ന് കരുതി എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ചിക്കൻ ചുട്ട ആ കനലെടുത്ത് അടുത്ത് തന്നെ വെച്ചു, തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. ആഹാരശേഷം ഒരു യൂനോ അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്.
അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഉജൈറ മർബ ബീച്ചല്ലേ, മർബ ബീച്ചിൽ നിന്ന് മടങ്ങി പോവുകയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ചൂടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇരുട്ടായതൊന്നും കാണുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.